അൽ ജസീറ TV പുറത്തുവിട്ടൊരു വീഡിയോ. എന്താ, ഒരു കുട്ടി അവന് സംസാര വൈഭവമല്ല, അവൻ എന്താ പറയാ, അവന് ഒരേ സമയത്ത് കാലുകൊണ്ട് നടക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷെ ജമാഅത്തിനെത്തണം. വീഡിയോ അതോടെ പ്ലേ ചെയ്യട്ടെ, ഞാൻ എന്റെ സംസാരത്തിലൂടെ പോകാം. എന്താ, കുട്ടി ഓനെത്തണം, ഓനെന്തൊക്കെ പരിമിതി പറയാം, വീട്ടിൽ നിന്ന് പോകാനുള്ള ഒരുപാട് പരിമിതികൾ അവന് പറയാം. പക്ഷേ ആ പരിമിതികളൊന്നും അവൻ പറയണില്ല. പിന്നെ പള്ളിയിലെത്തുന്നു, സാധ്യമാകുന്ന രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, ആ രീതിയിൽ പോകുന്നു. നോക്കൂ നിങ്ങൾ, ഈ കുട്ടി നാളെ പരലോകത്ത് വരും. ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിലെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞവൻ പടച്ചറപ്പിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകും. നമ്മുടെ ക്യാമ്പസിന്റെ തൊട്ടടുത്ത പള്ളിയിൽ സുബഹിന് ജമാഅത്തിനെത്താൻ നമുക്കുള്ള തടസ്സം എന്താണ് പ്രിയപ്പെട്ടവരെ? എന്താണ്? പ്രവാചകൻ അലാം ക്ലോക്ക് ഉണ്ടായിരുന്നില്ല. യാത്രാമധ്യേ ഉറക്കം വൈകിയപ്പോൾ ബിലാലിനെ അലാം ക്ലോക്കാക്കി. ബിലാൽ, അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തണം. ഞാൻ വിളിച്ചുണർത്തും നബിയെ. ബാക്കിയുള്ളവരെ കടത്തി ഉറക്കി അലാം ക്ലോക്കായി ബിലാൽ നിൽക്കുന്നു. അതാണ് നിലവിലുള്ള സിറ്റുവേഷനെ, സാഹചര്യങ്ങളെ, പരിമിതികളെ മറികടന്ന് മുന്നോട്ട് പോവുക എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. മാലിക് ദിനാർ റളിയല്ലാഹു സംഘവും ഇങ്ങോട്ടെത്തിയത് എങ്ങനെയായിരിക്കും? അവർ കെട്ടിയുണ്ടാക്കിയ ആ പായക്കപ്പൽ ആകാശത്ത് മേഘങ്ങൾ രൂപാന്തരം പ്രാപിക്കുമ്പോൾ ഉള്ളിലെ ഈമാനിന്റെ ശക്തി കൊണ്ടവർ പോന്നു. തിരമാലകൾ അലതല്ലുന്ന മഹാസമുദ്രത്തിലെ ഭീകര കാഴ്ചകളെ അതിജീവിച്ച് മുകളിൽ റൂഫില്ലാത്ത, രാത്രിയിൽ തണുപ്പ് അതിജയിക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ലാത്ത രാവുകളിൽ തസ്ബീഹിന്റെ, തഹ്ലീലിന്റെ, തക്ബീറിന്റെ ഇന്ധനം കൊണ്ടവർ കുതിച്ച് യാത്ര നടത്തിയ ആ ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ രംഗത്ത് നമുക്കുള്ള കരുത്ത്.